ചേച്ചി അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞ് അനു മുന്നോട്ട് നടന്നു. വണ്ടി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്ന അമ്മു അനു പറഞ്ഞത് കേട്ടില്ല. അപ്പോഴേക്കും ഒരു ലോറി വന്ന് ഇടിച്ചിരുന്നു. ഒരു കോൾ വന്നത് കാരണം ആദ്യ പുറത്തേക്ക് നിൽക്കുകയാണ്. സംസാരിച്ച് തിരിഞ്ഞതും ഒരലർച്ചയായിരുന്നു കേട്ടത്. വണ്ടി ഇടിച്ച് തെറിച്ചു വീഴുന്ന തൻ്റെ ജീവനെയാണ് ആദ്യ അപ്പോൾ കണ്ടത്. മോളെ! ആദ്യ ആ കാഴ്ച കണ്ട് അലറിക്കൊണ്ട് അവിടേക്ക് ഓടിയിരുന്നു. ആദിയെ കാണാത്തതുകൊണ്ട് അഭി പുറത്തേക്ക് വന്നപ്പോൾ തൻ്റെ മുന്നിൽ നടക്കുന്ന കാഴ്ച കണ്ട് സ്തംഭിച്ചു നിന്നു. കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അനുവിനെ എടുത്തുകൊണ്ട് വണ്ടിക്കരികിലേക്ക് ഓടുന്ന ആദിയെയാണ് അഭി അപ്പോൾ കാണുന്നത്. അമ്മുവും നന്ദുവും കരഞ്ഞുകൊണ്ട് ആദിയുടെ പുറകെ ഓടുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം മറഞ്ഞു നിന്ന് കണ്ട എൽഡയ്ക്ക് ആളുമാറി ഇടിച്ചതിൻ്റെ ദേഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും ഐസുവിൻ്റെ പുറത്ത് ടെൻഷനോടെ ഇരിക്കുകയാണ്. ആദിയേട്ടാ, അനുമോള് കരഞ്ഞുകൊണ്ട് ഇടറുന്ന ശബ്ദത്തോടെ അമ്മു പറഞ്ഞതും ആദി അമ്മുവിനെ ചേർത്ത് പിടിച്ചു. ഒന്നും ഉണ്ടാവില്ലടാ പറയുമ്പോൾ ആദിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അഭിയാണെങ്കിൽ ചുമരിച്ചാരി കണ്ണുകളടച്ച് അതേ ഇരിപ്പാണ്. അല്പസമയത്തിനു ശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡോക്ടർ വന്നപ്പോഴേക്കും എല്ലാവരും അവിടേക്ക് ഓടി. കുട്ടിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ കഴിയാതെ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. ഡോക്ടർ അത് പറഞ്ഞ് നടന്നു നീങ്ങി. ഡോക്ടർ പറഞ്ഞത് ഇടുത്തി വീഴുന്നത് പോലെ എല്ലാവരുടെ മനസ്സിലും വന്നു വീണു. മണിക്കൂറുകൾ അങ്ങനെ കഴിഞ്ഞുപോയി. അപ്പോഴേക്കും വീണ്ടും ഡോക്ടർ പുറത്തു വന്നു. പേഷ്യൻറ്റിന് കുഴപ്പമൊന്നുമില്ല, വാർഡിലേക്ക് മാറ്റും, അപ്പോൾ പോയി കാണാം. ഡോക്ടർ പറഞ്ഞത് എല്ലാവർക്കും കുറച്ച് ആശ്വാസമായി. വാർഡിലേക്ക് മാറ്റിയപ്പോൾ എല്ലാവരും അനുവിനെ കാണാൻ വേണ്ടി കയറി. അഭി ഒഴികെ. അഭി കയറിയില്ല. അനുവിൻ്റെ തലയിലെയും കയ്യിലെയും കാലിലുമൊക്കെ ചെറിയ കെട്ടുണ്ടായിരുന്നു. തെറിച്ച് പുല്ലിലേക്ക് വീണതിനാൽ വലിയ പരിക്കൊന്നുമില്ല. മോളെ! ആദ്യം അനുവിൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് വിളിച്ചതും അനു പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. എല്ലാവരെയും അനു വന്ന് നോക്കി. അഭിയില്ല എന്ന് കണ്ടതും അനുവിൻ്റെ മനസ്സൊന്ന് വിങ്ങി. എനിക്ക് കുഴപ്പമൊന്നുമില്ലേട്ടാ, ചെറുപുഞ്ചിരിയോടെ അനു പറഞ്ഞു. അനുവിൻ്റെ നോട്ടം പുറത്തേക്കാണെന്ന് കണ്ടതും ആദി അഭിയെ നോക്കി. എന്നാൽ അഭി ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. വിച്ചു വാടാ എന്ന് പറഞ്ഞുകൊണ്ട് ആദി വിച്ചുവിനെയും കൂട്ടി വാർഡിന് പുറത്തേക്കിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ കണ്ടു 2 കൈയും തലയ്ക്ക് കൊടുത്ത് താഴേക്ക് നോക്കിയിരിക്കുന്നവനെ. അത് കണ്ട് ആദിയും വിച്ചുവും മുഖത്തോട് മുഖം നോക്കി. എന്നിട്ട് അഭിക്കരികിലേക്ക് നടന്നു. അഭിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് വിച്ചു വിളിച്ചു. അഭി ഞെട്ടിക്കൊണ്ട് തലയുയർത്തി നോക്കി. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു അവൻ്റെ. എന്താടാ ഇത്? വാ, അനുമോൾക്ക് നിന്നെ കാണണമെന്ന് ആദി പറഞ്ഞു. വേണ്ട. എന്താ അഭി ഇത്? അവൾക്ക് കുഴപ്പമൊന്നുമില്ല, നിന്നെ കണ്ടില്ലെങ്കിൽ അവൾക്ക് വിഷമമാകും. വാ, വിച്ചു പറഞ്ഞു. എങ്ങനെയൊക്കെയോ അഭി മുഖം കഴുകി വാർഡിലേക്ക് കൊണ്ടുപോയി. അനുവിനെ കണ്ടതും കണ്ണുനീർ തിളക്കം വന്നു മൂടി. അത് കണ്ടതും അനു കണ്ണുകളടച്ച് കാണിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലെത്തി. രാത്രി അനുവിന് ഫുഡ് കഴിപ്പിക്കുകയാണ് അമ്മുവും നന്ദുവും. മതി എൻ്റെ ചേച്ചിമാരെ, ഇതും കൂടി കഴിക്ക്, കഞ്ഞി സ്പൂണിൽ കോരിക്കൊടുത്തുകൊണ്ട് അമ്മു പറഞ്ഞു. അങ്ങനെ കഴിപ്പിച്ച് അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അപ്പോഴാണ് അഭി അവിടേക്ക് കയറി വന്നത്. അഭി വന്നതും അമ്മുവും നന്ദുവും റൂമിൽ നിന്നിറങ്ങി. അഭി അവരെയൊന്ന് നോക്കി അനുവിൻ്റെ അരികിലിരുന്നു. എന്താ അഭിയേട്ടാ? തലയും താഴ്ത്തിയിരിക്കുന്ന അഭിയെ കണ്ട് അനു ചോദിച്ചു. വേദനയുണ്ടോ? ഏയ് ഇല്ല, നല്ല സുഖം. അതിന് വേദനയോടെ അഭി അനുവിനെ നോക്കി. എൻ്റെ അഭിയേട്ടാ, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആവും. പിന്നെന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? ഒന്ന് ചിരിക്ക്. അഭിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അനു പറഞ്ഞു. അതിന് അഭിയൊന്ന് ചെറുതായി ചിരിച്ചു. അപ്പോഴാണ് ആദ്യ റൂമിലേക്ക് കയറി വന്നത്. പിന്നെ ആദ്യ കുറച്ചു നേരം അവിടെ ഇരുന്നു. ഒരു കോള് വന്നപ്പോൾ ആദ്യ റൂമിൽ നിന്നും ഇറങ്ങി. എന്നാ ഉറങ്ങിക്കോ. അതും പറഞ്ഞുകൊണ്ട് അനുവിനെ കിടക്കാൻ സഹായിച്ച് ബ്ലാങ്കറ്റ് എടുത്ത് പുതപ്പിച്ചു കൊടുത്തു. അഭി തിരിഞ്ഞു നടക്കാനൊരുങ്ങി. അഭിയേട്ടാ? തിരിഞ്ഞു നിൽക്കുന്ന അഭിയെ തന്നെ നോക്കി അനു വിളിച്ചു. എന്താ? തിരിഞ്ഞു നോക്കിക്കൊണ്ട് അഭി ചോദിച്ചു. ഒന്നുമില്ല. അപ്പോഴേക്കും അഭി അനുവിൻ്റെ കയ്യിൽ പിടിച്ച് അരികിൽ വന്നിരുന്ന് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അനു കണ്ണുകളടച്ചത് സ്വീകരിച്ചു. ഉറങ്ങിക്കോ. അത് പറഞ്ഞുകൊണ്ട് അനുവിൻ്റെ തലയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. അല്പസമയത്തിനു ശേഷം അനു ഉറങ്ങിയതും അഭിമെല്ലെ പുറത്തിറങ്ങി. അപ്പോൾ തന്നെ പാർവതിയും അവിടേക്ക് വന്ന് അനുവിൻ്റെ കൂടെ കിടക്കാനായി. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അനുവിനിപ്പോൾ മുറിവിൻ്റെ ചെറിയ പാടുകൾ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം ആദിയേട്ടാ? ആദിയേട്ടന് ഫോണിൽ ഓക്കെ മാറ്റിയോ? അത് ഞാൻ നോക്കിയിട്ടത് ഓണാവുന്നില്ല. പറ. ഇങ്ങത്താ, ഞാൻ ഓണാക്കി തരാം. ഞാൻ ചെയ്തോളാം. ഓ, ഇനി എന്ത് ചെയ്യും? വാവച്ചിയാണെന്ന് അറിഞ്ഞപ്പോൾ മാറ്റിയതാണല്ലോ. ലോക്ക് വാവച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. എന്ത് ചെയ്യും?
എന്താലോചിച്ചുകൊണ്ടിരിക്കുക പറ, എന്തോ ആലോചിച്ചിരിക്കുന്ന ആദ്യ അമ്മു വിളിച്ചു. നിനക്കിപ്പോൾ എന്തിനാ ഫോണ്? എൻ്റെ നെറ്റ് തീർന്നു, ഒന്ന് വൈഫൈ ഓൺ ചെയ്യാനാ. അതിനല്ലേ ഇങ്ങതാ. ആദ്യ അമ്മുവിന് നേരെ കൈനീട്ടി. വേണ്ട, ലോക്ക് പറഞ്ഞു തന്നാൽ മതി. അമ്മു, നീ അതിങ്ങ് തന്നേ. ഇല്ല, ഞാൻ ഓണാക്കിയ എന്താ കുഴപ്പം? ഇവിടെ കൊണ്ടൊരു രക്ഷയും ഇല്ലല്ലോ, ഇനി ഒരേ ഒരു വഴിയുള്ളൂ, ആദ്യ മനസ്സിൽ പറഞ്ഞു. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് അമ്മു, ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞേ? അത് പറഞ്ഞുകൊണ്ട് ആദ്യ ഫോൺ മേടിക്കാൻ നോക്കി. എന്ന അമ്മു അത് പുറകിലേക്ക് പിടിച്ചു കഴിഞ്ഞിരുന്നു. ലോക്ക് എന്താണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതിനു മാത്രം എന്താ അതിലുള്ളത്? അമ്മുവും വിട്ടുകൊടുത്തില്ല. അതിൽ കാര്യമായിട്ടൊന്നുമില്ല, നീ അത് താ. ഇവർ രണ്ടുപേരുടെയും വഴക്ക് കൂടുന്ന സമയത്താണ് അബിയും വിച്ചുവും അങ്ങോട്ടേക്ക് വരുന്നത്. എന്താണ് ഇവിടെ പ്രശ്നം? അബി അവർക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. നോക്ക് അബിയേട്ടാ, ആദ്യേട്ടൻ്റെ ഫോണിൻ്റെ ലോക്ക് പറഞ്ഞു തരാൻ പറഞ്ഞിട്ടു പറഞ്ഞു തരുന്നില്ല. അമ്മു പരാതി പോലെ അവരോട് പറഞ്ഞു. അതെന്താടാ നീ അങ്ങനെ? പറഞ്ഞു കൊടുക്കടാ. ഞാൻ ലോക്ക് അഴിച്ചു തരാമെന്ന് പറഞ്ഞതാ, കേൾക്കണ്ടേ? ഞാൻ ലോക്ക് എന്താണെന്നറിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുക അബിയേട്ടാ. അതെ അതെ, എൻ്റെ പെങ്ങളറിഞ്ഞാൽ എന്താ കുഴപ്പം? നീ ലോക്ക് പറഞ്ഞു കൊടുത്തേ, അബി അമ്മുവിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു. അബി ഡാ. ആദ്യം എന്ത് ചെയ്യണമെന്നറിയാതെ ദയനീയമായി അബിയെ വിളിച്ചു. നീ ഇനി ഒന്നും പറയണ്ട, ലോക്ക് പറഞ്ഞു കൊടുത്തേ അല്ലേടാ വിച്ചു? അതെ അതെ, വേഗം പറഞ്ഞു കൊടുക്ക്, വിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, എൻ്റെ 2 ഏട്ടന്മാരുണ്ട് എനിക്ക് കൂട്ട്, വേഗം പറ, അമ്മു ഗമയിൽ പറഞ്ഞു. വാവച്ചി. അല്പനേരത്തെ മൗനത്തിന് ശേഷം ആദ്യ പറഞ്ഞതും 3 പേരും ഒന്ന് ഞെട്ടി. അമ്മു ഇതാരാണെന്നുള്ള ഞെട്ടലിലാണെങ്കിൽ അബിയും വിച്ചുവും വാവച്ചി ആരാണുള്ളതൊഴിച്ച് എല്ലാം അറിയുന്നതുകൊണ്ടും അവരും ഞെട്ടിയിരിക്കുമായിരുന്നു. വാവച്ചിയോ? അതാരാ? ഞെട്ടൽ വിട്ടുമാറാതെ അമ്മു ചോദിച്ചു. എല്ലാം നിനക്കറിയണോ? ലോക്ക് അറിഞ്ഞില്ലേ, ഇനി എന്താ? ആദ്യ ദേഷ്യത്തോടെ പറഞ്ഞ് അമ്മുവിന് ആകെ വിഷമമായി. വാവച്ചി ആരാണെന്നറിയുകയും ആദ്യ ആ ചെറിയ കാര്യത്തിന് വഴക്ക് പറഞ്ഞതിനും അങ്ങനെ ആദ്യ ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിയാതെ പുറത്തേക്ക് പോയി. പുറകെ അബിയും വിച്ചുവും. അമ്മു അവിടെ തന്നെ കണ്ണുകൾ നിറച്ചുകൊണ്ട് നിന്നു. അവൾക്ക് എന്തെന്നില്ലാത്ത വിഷമം വന്നു. ഡാ ആദി, നിനക്കെന്താ വട്ടാണോ? ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണോ നീ? അബി കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. എന്താ കണ്ണ ഇതൊക്കെ? അമ്മുവിനെ നീ സ്നേഹിച്ചു തുടങ്ങിയെന്നാ ഞങ്ങൾ കരുതിയേ, പക്ഷേ വാവച്ചിയെ നീ ഇപ്പോഴും. വിച്ചുവും അതൊന്നും സഹിക്കാതെ പറഞ്ഞു. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാ, എൻ്റെ മനസ്സിലിപ്പോഴും ഇനി എപ്പോഴും അവൾ മാത്രമേ ഉണ്ടാവൂ. ആദ്യം അത്രയും പറഞ്ഞുകൊണ്ട് 2 പേരെയും നോക്കി. എന്നാൽ ഇവർ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് കണ്ണു നിറച്ച് നിൽക്കുകയായിരുന്നു അമ്മു. അത്രയും കേട്ടതും അമ്മു കരഞ്ഞുകൊണ്ട് ഓടി. എന്തുകൊണ്ടെന്നറിയോ? എൻ്റെ വാവച്ചി അതെൻ്റെ അമ്മു ആയതുകൊണ്ട്. അത് കേട്ടതും അബിയും വിച്ചുവും വീണ്ടും ഞെട്ടി. എന്നാൽ ആദ്യ പറഞ്ഞ ഈ കാര്യം കേൾക്കാൻ അമ്മു അവിടെ ഉണ്ടായിരുന്നില്ല. നീ എന്താ കണ്ണ ഇപ്പോൾ പറഞ്ഞത്? വിച്ചു ഞെട്ടിക്കൊണ്ട് ആദിയോട് ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞത് സത്യ, എൻ്റെ വാവച്ചി തന്നെയാ അമ്മു. കുറച്ചായിട്ടേ ഉള്ളൂ അത് ഞാൻ അറിഞ്ഞിട്ട്. അത് എല്ലാവരെയും അറിയിച്ച് ഒരച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് വേദനിപ്പിക്കരുതെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാനിതൊന്നും ആരോടും പറയാതിരുന്നത്. ഡാ, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, അബി പറഞ്ഞു. എല്ലാം പറയാം, വാ. അത് പറഞ്ഞുകൊണ്ട് ആദ്യം മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പുറകെ അബിയും വിച്ചുവും. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ആദ്യം ഇരുവരോടും പറഞ്ഞു. ഇതൊക്കെ ദൈവവിധി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അതെ, എന്തായാലും സന്തോഷമായി, വിച്ചു പറഞ്ഞതിന് അബി ഏറ്റുപിടിച്ചു. അല്ല, ഇനി അമ്മുവിനോട് എന്തു പറയും? അത് ആരാണെന്നൊക്കെ ചോദിച്ചാ? വിച്ചു അവൻ്റെ സംശയം ചോദിച്ചു. ഞാൻ അവൾക്കിട്ട പേരാണെന്ന് പറയണം, അല്ലാതെ എന്ത് ചെയ്യാനാ? നിങ്ങൾ കാരണമാണ് എനിക്ക് ലോക്ക് പറയേണ്ടി വന്നത്. എൻ്റെ അമ്മുവല്ലേ, അവളെ മെരുക്കിയെടുക്കാൻ എനിക്കറിയാം, ആദ്യം ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. എന്നാൽ ഇതേ സമയം ബാത്റൂമിൽ ഷവർ തുറന്നിട്ടുകൊണ്ട് അതിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് കരയുകയായിരുന്നു അമ്മു. അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. അപ്പോൾ ആദ്യേട്ടൻ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ വെറുതെയാണല്ലേ? എന്തിനാ എന്നോടിങ്ങനെ? കരയുന്നതിനിടയിൽ അമ്മു പതിയെ പറഞ്ഞു. അമ്മു. അപ്പോഴാണ് ആദ്യ റൂമിലേക്ക് കയറി വന്നത്. വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ ബാത്റൂമിലാണെന്ന് മനസ്സിലാക്കി ആദ്യ ബെഡിലിരുന്നു. എന്നാൽ ഈ സമയം മുഴുവൻ അമ്മു തൻ്റെ കണ്ണുനീരിനെ ഒഴുകുന്ന വെള്ളത്തിലൂടെ ഇറക്കി വിടുകയായിരുന്നു. ഒരുപാട് നേരമായിട്ടും അമ്മു ബാത്റൂമിൽ നിന്നും ഇറങ്ങാത്തത് കണ്ട് ആദിയിൽ ചെറിയൊരു പേടി ഉടലെടുത്തു. അമ്മു, നീ എന്ത് ചെയ്യുക അവിടെ? കുറെ നേരമായല്ലോ. ബാത്റൂമിന്റെ ഡോറിൽ തട്ടിക്കൊണ്ട് ആദി വിളിച്ചു. എന്നാൽ അത് തുറക്കുന്നുണ്ടായിരുന്നില്ല. അമ്മു. ആദി വെപ്രാളപ്പെട്ട് വിളിച്ചതും ബാത്റൂമിന്റെ ഡോർ തുറക്കപ്പെട്ടു. മുന്നിൽ മൊത്തം നനഞ്ഞിരിക്കുന്ന അമ്മുവിനെ കണ്ട് ആദി അവളെ ഒറ്റുനോക്കി. എന്താടി ഇത്? അത് പറഞ്ഞുകൊണ്ട് ആദ്യ ഒരു ടവലെടുത്ത് അമ്മുവിന്റെ തല തുവർത്തി കൊടുക്കാൻ ചെന്നു. എന്നാൽ അമ്മു ആ കൈകൾ തട്ടിമാറ്റി. എന്താണ്? തല തുവർത്തിക്കേ, ഇല്ലെങ്കിൽ വല്ല പനിയും പിടിക്കും. അതും പറഞ്ഞുകൊണ്ട് ആദി വീണ്ടും അമ്മുവിൻ്റെ അരികിലേക്ക് നീങ്ങി. തൊട്ടു പോവരുത് തന്നെ. ഉറച്ചതായിരുന്നു ആ ശബ്ദം.